കോട്ടയത്ത് ബിജെപിയും എസ്എൻഡിപിയും തമ്മിൽ സീറ്റ് വിഭജനത്തിൽ ഏകദേശ ധാരണയായി. കോട്ടയം നഗരസഭയിലും ജില്ലയിലെ പകുതിയോളം പഞ്ചായത്തുകളിലും ധാരണയായതായാണ് സൂചന. ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റ് പി.സി. തോമസ് വിഭാഗത്തിന് നൽകാനും ബിജെപി തീരുമാനിച്ചിട്ടുണ്ട്. 52 വാർഡുകളുള്ള കോട്ടയം നഗരസഭയിൽ 41 ബിജെപി സ്ഥാനാർത്ഥികൾ മത്സരിക്കും. 6 സീറ്റുകൾ എസ്എൻഡിപിക്ക് നൽകാനും ഏകദേശ ധാരണയായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് 6 സീറ്റുകൾ എസ്എൻഡിപി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും 4 സീറ്റുകൾ നൽകിയേക്കും. ജില്ലാ പഞ്ചായത്ത് കുമരകം ഡിവിഷനിൽ KPMSന് സ്ഥാനാർത്ഥിയാവും മത്സരിക്കുക. ജില്ലയിലെ പകുതിയോളം പഞ്ചായത്തുകളിൽ ഏകദേശ ധാരണയായതാണ് സൂചന. അതേസമയം ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും തിങ്കളാഴ്ചയോടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകുമെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അവരുടെ നേതാക്കന്മാരുമായിട്ട് ഒരു വട്ടം ചർച്ച കഴിഞ്ഞു. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള ചില സീറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അത് എത്രമാത്രം കൊടുക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളതിൻ്റെ താഴെക്കടലുള്ള ഘടകങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരും അവരുടെ താഴെക്കടങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് തിങ്കളാഴ്ചയോടുകൂടി പരിപൂർണമായിട്ടുള്ള ഒരു സഹകരണത്തിൻ്റെ ഉള്ള അന്തരീക്ഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസം. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും എസ്എൻഡിപി സീറ്റുകൾ ആവശ്യപ്പെടുന്നത്. വിവിധ തലങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് എസ്എൻഡിപി നേതൃത്വം വ്യക്തമാക്കി. ബിജെപി കൂടാതെ വിവിധ സമുദായ സംഘടനകളുമായി സഹകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടും. ഈ ഐക്യത്തിൽപ്പെടുന്ന സമുദായങ്ങൾ അവർ ആയിട്ടുള്ള ഒരു ആശയ സമന്വയം ഉണ്ടാക്കിയിട്ട് എസ്എൻഡിപി കാണും, KPMS കാണും, ചിലപ്പോൾ CSDS പോലെയുള്ള സംഘടനകളുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് പി.സി. തോമസ് വിഭാഗത്തിന് ജില്ലാ പഞ്ചായത്ത് കുറവിലങ്ങാട് ഡിവിഷൻ നൽകാൻ ഏകദേശ ധാരണയായിട്ടുണ്ട്. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായ കാഞ്ഞിരപ്പള്ളി, പാലാ, പൂഞ്ഞാർ നിയോജക മണ്ഡലങ്ങളിലാണ് പ്രധാനമായും പി.സി. തോമസ് വിഭാഗം സീറ്റുകൾ ആവശ്യപ്പെടുന്നത്. റിപ്പോർട്ടർ, കോട്ടയം.